മൈ ഡീമൺ നെറ്റ്ഫ്ലിക്സ് പുറത്തിറങ്ങിയിരിക്കുന്ന പുതിയൊരു ഡ്രാമയാണ് മൈ ഡീമൺ എന്ന് പറയുന്നത്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാൻറ്റസി ത്രില്ലർ അങ്ങനെ ആ ഒരു ജനറിൽ വരുന്നതാണ് മൈ ഡീമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഡീമൺ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതും പിന്നീട് ആ ഡീമൺ പുള്ളി കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ് ഓരോ ആൾക്കാരായിട്ട്. അതായത് 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുമ്പോൾ ആ ആളുകളെ ഹെല്ലിലായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാണ് ഈ ഒരു ഡീമൺ ജീവിക്കുന്നത് തന്നെ. അങ്ങനെ 200 വർഷത്തോളം ആ ഡീമൺ ഇങ്ങനെ ജീവിച്ചു പോരുകയാണ്. പിന്നീട് നടക്കുന്ന പ്രസൻറ്റ് ഡേയിൽ അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നതും അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ മൂലം അവൻ്റെ പവർ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു ടാറ്റ് ഉണ്ടാവും, ഒരു ക്രോസ് ടാറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ക്രോസ് അവളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. പിന്നീട് അവളുടെ കയ്യിൽ പിടിച്ച് മാത്രമാണ് ഇവന് ഈ പവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഒരു ഇത് പോകണം, കോപ്പറേറ്റ് ചെയ്ത് പോയാലാണ് ഡീമന് സർവൈവ് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ ആ പെൺകുട്ടിക്കായാലും കുറേ ത്രെഡ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ അവരുടെ ആ ഒരു ജേർണി കാണിച്ചിട്ട് ഉള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു മൈ ഡീമൺ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയും പിന്നെ ത്രില്ലിംഗ് ആണ്, എൻഗേജിങ് ആണ്. ഈ ഒരു 4 എപ്പിസോഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാരക്ടേഴ്സ് ആയാലും എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞാൽ അതിനകത്തെ മെയിൻ നായകനാണ് ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വരുന്ന ഇവൻ്റെ സർവൻസ് ആയിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ കുറച്ച് അനോയിങ് ആയിട്ട് തോന്നി. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് നല്ല രീതിയിൽ. പിന്നെ ഫൈറ്റ് സീൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ വീക്കിലിയാണ് തോന്നുന്നു, എനിക്ക് നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് എപ്പോഴാണ് ഇറങ്ങണമെന്ന് കൃത്യമായിട്ട് അറിയില്ല, ഒരുമിച്ചല്ല ഇറങ്ങുന്നത് എന്തായാലും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ 2 എപ്പിസോഡൊക്കെ വെച്ച് അടുപ്പിച്ച് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. 4 എപ്പിസോഡുകൾ ഇതുവരെ വന്നിട്ടുണ്ട്.